السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, അലിഫിൻ്റെ ഈ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിലേക്ക് ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1,00,000-ഓളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിൽ പരം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടുപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ 1-ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നിണം ചീന്തിയ 2-ാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്? യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് മാനവ കുലത്തിൻ്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയ്ക്കും സ്വസ്ഥതയ്ക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം മരക്കിട്ടുറപ്പിക്കാനും പൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും ഇടിയുണ്ടകൾക്കിരയാവുന്നത്. മൃതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കും അപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർത്തനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി അന്നവും അറിവും മുറിവിനുള്ള മരുന്നും നിഷേധിക്കപ്പെട്ട് തെരുവിൽ അലയുന്ന ബാല്യകൗമാരങ്ങൾ. യുദ്ധങ്ങൾ ബാക്കി വയ്ക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലാത്ത റഷ്യ-ഉക്രൈൻ സംഘർഷത്തിന് മുമ്പ് ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്നത് 276 ഉയർന്നിട്ടുണ്ട്. യുദ്ധക്കഴുകന്മാരായ രാഷ്ട്രീയ നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ലിയോ ടോൾസ്റ്റോയുടെ വടികളിൽ അതിനെ ഇങ്ങനെ വായിക്കാം: യുദ്ധം പരസ്പര ശത്രുതയുടെയും മത്സരത്തിൻ്റെയും കശാപ്പിൻ്റെയും അവസ്ഥയാണ്. അതിന് സാഹോദര്യത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെടുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിൻ്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല. സാമൂഹിക തിന്മകളുടെ വിഭാടനത്തിന് സംഘർഷമല്ല പരിഹാരം. നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഹൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലയും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിൻ്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നു നൽകിയത്. അതിലുപരി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: മാ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ നഹിയാഹാ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ബോധനം! യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ നമ്മളിലേക്ക് സ്വാർത്ഥമാക്കാൻ സ്വപ്നങ്ങൾ നെയ്യാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.